നമസ്കാരം. കേരളീയ ഗ്രാമീണ കലയായ തിറ എന്നതിനെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. തെക്കേ മലബാറിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലാണ് പ്രധാനമായും തിറ കെട്ടിയാടി വരുന്നത്. പ്രാദേശികമായ രീതിഭേദങ്ങൾ ഇതിൻ്റെ അവതരണത്തിൽ കണ്ടുവരുന്നുണ്ട്. മണ്ഡലകാലം തീരുന്നതോടെ കാവുകളിൽ ഉത്സവങ്ങൾ ആരംഭിക്കുന്നു. വിഷു ആഘോഷം വരെ ഇത് നടന്നു വരുന്നു. തിറയിൽ പ്രധാനമായും ശിവസങ്കല്പത്തിലുള്ള പുരുഷ വേഷങ്ങളാണ് അധികവും. കുരുവോൻ, കരിയാത്തൻ, കരുവില്ലി, പൂവില്ലി, ഖണ്ഡകർണൻ എന്നിങ്ങനെ പോകുന്നു അവയുടെ പേരുകൾ. അതേപോലെ തന്നെ കാളി, ഭദ്രകാളി, കരിങ്കാളി, കൊടുങ്കാളി, ഓടക്കാളി എന്നിങ്ങനെ കാളി സങ്കല്പത്തിലുള്ള സ്ത്രീവേഷങ്ങളും ഉണ്ട്. കാളിയുടെ സുന്ദരഭാവമായ ഭഗവതിയെ പ്രധാന ദേവതയായി കുടിയിരുത്തി ആരാധിക്കുന്ന രൂപത്തിലാണ് കാവുകൾ അധികവും. കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായ അമ്മ ദൈവാരാധനയെന്ന നിലയ്ക്ക് വന്നു ചേർന്നതിനാലാണ് ഭഗവതിക്ക് തിറയിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമുള്ളത്. ഉത്തര കേരളത്തിലെ തെയ്യവും തെക്കേ മലബാറിലെ തിറയും തമ്മിൽ സാരമായ വ്യത്യാസങ്ങളുണ്ട്. തെയ്യം കോലപ്രധാനമാണെങ്കിൽ തിറ ആട്ടപ്രധാനമായ ഒരു കലയാണ്. ദൈവപ്രീതിക്ക് വേണ്ടി കെട്ടിയാടുന്ന ദൈവകോലങ്ങളാണ് തിറ. ഒരേ സമയം 2-3 കോലങ്ങൾ ഉണ്ടാകാറുണ്ട്. വെള്ളാട്ടം, തിറയാട്ടം, ചാന്താട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് തിറ ഉത്സവങ്ങൾ നടത്തി വരുന്നത്. ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെയുള്ള 3 ജീവൽ ഘട്ടങ്ങളെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. പകൽ വെളിച്ചത്തിൽ കെട്ടിയാടുന്ന വെള്ളാട്ടുകോലങ്ങൾക്ക് ലളിതമായ വേഷങ്ങളും ലാഘവത്വമുള്ള ചുവടുകളും നൃത്തങ്ങളുമാണുള്ളത്. വെളിച്ചത്താടുന്നത് എന്ന അർത്ഥത്തിലാണ് വെള്ളാട്ടമെന്ന് പറയുന്നത്. തിറയാട്ടം നടക്കുന്നത് രാത്രിയിലാണ്. വർണ്ണപ്പകട്ടേറിയ വേഷങ്ങൾ എണ്ണവിളക്കുകളുടെയും ചൂട്ട്, പന്തം എന്നിവയുടെയും വെളിച്ചത്തിൽ അസുരവാദ്യങ്ങളുടെ അകമ്പടിയോട് ആടിത്തിമിർക്കുന്നു. പിറ്റേന്ന് പ്രഭാതത്തിലാണ് ചാന്താട്ടം നടക്കുന്നത്. ആടി ഉലഞ്ഞ വേഷങ്ങൾ അഴിച്ചു മാറ്റുന്നു. അടിവസ്ത്രവും കറുത്ത താടിമീശകളും മാത്രമാണ് വേഷം. വിയർപ്പിൽ കുതിർന്ന് ഒലിച്ചു തീർന്ന ചായക്കൂട്ടുകളുടെ അവശിഷ്ടം ശരീരത്തിൽ ഉണങ്ങുന്നു. തുടിയുടെ താളത്തിൽ കറുത്ത ചായം വാരിപ്പൂശിക്കൊണ്ട് കോലങ്ങൾ ഉറഞ്ഞു തുള്ളി എങ്ങോട്ടെന്നില്ലാതെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു. വെള്ള, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ എന്നീ നിറങ്ങൾ കൊണ്ടാണ് കോലം വരയ്ക്കുന്നത്. മുഖത്തും മാറത്തും കൈകളിലും വള്ളികളും പുള്ളികളും കൊണ്ട് ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കുരുത്തോലയുടെ തണ്ട് മുറിച്ചെടുത്ത് ചീവിയ എഴുത്തുകോലങ്ങൾ ഉപയോഗിക്കുന്നു. അരിച്ചാന്ത്, മനയോല, കാരം, മഷി എന്നിങ്ങനെയാണ് ചായങ്ങൾക്ക് പേര്. ഇത് തിറ എന്ന കേരളീയ ഗ്രാമീണ കലയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണം മാത്രം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.